നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. കൽപ്പറ്റ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി KG രവീന്ദ്രന്റെ പത്രിക തള്ളി. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി ധന്യ ബാബുരാജിന്റെ നോമിനേഷനും തള്ളി. വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ് വുമണിന് മത്സരിക്കാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അമയ പ്രസാദിന്റെ പത്രികയ്ക്ക് അംഗീകാരം. ശബരിമലയിൽ ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച ദേവസ്വം ബോർഡ്. തീരുമാനം ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. SIR-ന്റെ പുരോഗതി വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ പരാതി പ്രവാഹം. വിമർശനമുന്നയിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. BLO-മാർക്ക് പരിശീലനത്തിന്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് രത്തൻ ഖേൽക്കർ. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്വാലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. അപകടത്തിൽ വ്യോമസേന അന്വേഷണം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത തൊഴിലാളി സംഘടനകൾ. ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം. തൊഴിലില്ലായ്മയിൽ ബുദ്ധിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന നിയമമെന്ന് സംയുക്ത പ്രസ്താവന. PV അൻവറിന്റെ സ്ഥാപനങ്ങളുടെ പേരിൽ കോടികളുടെ ദുരൂഹ ഇടപാടുകളെന്ന് ED. 4 വർഷം കൊണ്ട് ആസ്തി 14 കോടിയിൽ നിന്ന് 64 കോടിയായി വളർന്നു. KFC-യിൽ നിന്നെടുത്ത വായ്പകൾ വകമാറ്റിയെന്നും ED-യുടെ കണ്ടെത്തൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റിൽ ആദ്യ ദിനം 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിൽ. കുൽദീപ് യാദവിന് 3 വിക്കറ്റ്. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യം. വയനാട് കൽപ്പറ്റ നഗരസഭയിൽ UDF ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ച സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. മുൻ നഗരസഭാ സെക്രട്ടറി കൂടിയായ KG രവീന്ദ്രന്റെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. നഗരസഭയിൽ 23-ാം വാർഡ് സംവരണ ഡിവിഷനിലാണ് KG രവീന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായത്. ഡമ്മി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയ CS പ്രഭാകരനായിരിക്കും UDF സ്ഥാനാർത്ഥി. ഇവിടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് നഗരസഭയെ സംബന്ധിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം, ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നഗരസഭയിൽ വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള അഴിമതിക്ക് സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളെ നഗരസഭയിൽ കൂടുതൽ ശക്തിയോടുകൂടി അഴിമതി തുടരുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് UDF പാനലിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ചെയർമാൻ കാൻഡിഡേറ്റ് എന്നുള്ള നിലക്ക് അവതരിപ്പിച്ചു കൊണ്ടുവന്നിരുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നഗരസഭക്കകത്ത് ഉരുത്തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നഗരസഭയിൽ വലിയ രീതിയിൽ ഏറ്റവും സാധാരണക്കാരുള്ള ജനങ്ങൾ അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം പല ഘട്ടത്തിലായി തടഞ്ഞു വെക്കുകയും അല്ലാത്ത രീതിയിൽ നഗരസഭയ്ക്ക് വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ആക്ഷേപം കൊടുത്തത്. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ 29-ാം ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ധന്യ ബാബുരാജിന്റെ നോമിനേഷൻ തള്ളി. ബ്ലോക്ക് പഞ്ചായത്തിലെ താൽക്കാലിക ജോലി രാജിവെക്കാതെയാണ് പത്രിക സമർപ്പിച്ചത് എന്നാണ് വിവരം. ഇതാണ് തള്ളാൻ കാരണമായത്. ട്രാൻസ് വിമണിന് തിരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ ട്രാൻസ് വിമൺ അമയ പ്രസാദിന്റെ വനിതാ സംവരണ സീറ്റിലെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി അംഗീകരിച്ചു. രേഖകൾ പ്രകാരം വനിതയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമയയുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത്. ട്രാൻസ് വിമണായ അമയെ വോട്ടർ പട്ടികയിൽ ട്രാൻസ്ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയതാണ് ആശങ്കയുണ്ടാക്കിയത്. ഇതിനെതിരെ അമയ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വരണാധികാരിക്ക് തീരുമാനമെടുക്കാമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്.
എറണാകുളത്ത് UDFന് വൻ തിരിച്ചടി. UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി. ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് LC. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ച് ഒപ്പിട്ടിരിക്കുന്നത് ഡിവിഷന് പുറത്തുള്ള വോട്ടറാണ്. ഇതാണ് പത്രിക തള്ളാൻ കാരണമായത്. 3 സെറ്റ് പത്രികകളിലും പുറമേ നിന്നുള്ള വോട്ടർമാരാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഡിവിഷനിലേക്ക് ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇതോടെ വലിയ തിരിച്ചടിയാണ് UDFന് ഉണ്ടായിരിക്കുന്നത്. വനിതാ സംവരണ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അരുണിമ M. കുറുപ്പ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിലാണ് അരുണിമ M. കുറുപ്പ് സ്ഥാനാർത്ഥിയാകുന്നത്. നിലവിൽ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സ്ഥാനാർത്ഥി, കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയും KSU ജനറൽ സെക്രട്ടറിയുമാണ്. മുൻപ് വനിതാ സംവരണ സീറ്റിൽ ട്രാൻസ്ജെൻഡർ പ്രതിനിധിക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ രേഖകളിലെല്ലാം സ്ത്രീലിംഗത്തിലുള്ള അരുണിമ വയലാർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുവാൻ നോമിനേഷൻ നൽകുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വിമതർ ഭീഷണിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ 4 സ്ഥാനാർത്ഥികൾക്കാണ് വിമതർ തലവേദനയാകുന്നത്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി വാർഡുകളിലാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് CPMന്റെ പ്രാദേശിക നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, മത്സരരംഗത്ത് വിമതർ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഈ രീതിയിലാണ് വിമതശല്യത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണമെങ്കിലും പലയിടത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയാണ് ഇക്കൂട്ടർ. വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് 4 വാർഡുകളിലാണ് വിമതരുള്ളത്. ചെമ്പഴന്തി വാർഡിൽ CPMന്റെ LC അംഗമായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP RSS ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നാണ് ആനി അശോകൻ വിമതയായി മത്സരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് വാർഡായ ഉള്ളൂരിലാണ് മറ്റൊരു വിമത ഭീഷണി പാർട്ടി നേരിടുന്നത്. ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫായ K. ശ്രീകണ്ഠൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. K. ശ്രീകണ്ഠനും കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് രംഗത്ത് വന്നത്. മറ്റൊരു ഭീഷണി CPM നേരിടുന്നത് കാച്ചാണി വാർഡിലാണ്. ഇതുവരെ LDF മാത്രം വിജയിച്ചിട്ടുള്ള CPMന്റെ ശക്തികേന്ദ്രമായ കാച്ചാണിയിൽ മുൻ പഞ്ചായത്ത് അംഗം നെട്ടയം സതീഷ് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എന്നാൽ CPMന് കടുത്ത ഭീഷണി നേരിടുന്ന വാർഡാണ് വാഴോട്ടുകോണം. ഇവിടെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV മോഹനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റു 3 വിമത സ്ഥാനാർത്ഥികളെയും പാർട്ടി പുറത്താക്കിയെങ്കിലും വാഴോട്ടുകോണത്ത് മത്സരിക്കുന്ന KV മോഹനെതിരെ ഇതുവരെയും CPM നടപടിയെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PV അൻവർ കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടത്തിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അൻവറിന്റെ ആസ്തി 4 വർഷം കൊണ്ട് 14 കോടിയിൽ നിന്ന് 64 കോടിയായതായും ED. PV അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇന്നലെ നടന്ന റെയ്ഡിനെ കുറിച്ചുള്ള വാർത്താക്കുറിപ്പിലാണ് EDയുടെ വെളിപ്പെടുത്തൽ. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അൻവറിനെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. PV അൻവറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട 10 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. 14 മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഒട്ടേറെ രേഖകൾ കണ്ടെടുത്തു. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിരവധി പേപ്പർ രേഖകളും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ 22 കോടിയിലേറെ രൂപ അൻവർ വായ്പയെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ദുരൂഹമാണ്. മാത്രമല്ല 4 വർഷം കൊണ്ട് PV അൻവറിന്റെ ആസ്തിയിൽ വൻ വർധനവുണ്ടായതായും അന്വേഷണ സംഘം കണ്ടെത്തി. 14 കോടിയിൽ നിന്ന് 4 വർഷം കൊണ്ട് ആസ്തി 64 കോടിയായി വളർന്നു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പകൾ വകമാറ്റിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR ഡെവലപ്പേഴ്സിന്റെയും ഡ്രൈവർ സിയാദിന്റെ ഉടമസ്ഥതയിലുള്ള മാലാങ്കുളം നിർമ്മാണ കമ്പനിയുടെയും പേരിലാണ് KFCയിൽ നിന്നും കോടികൾ വായ്പ എടുത്തത്. ഒരേ ഈട് നൽകിയായിരുന്നു 2 വായ്പകൾ തരപ്പെടുത്തിയത്. ഡ്രൈവറുടെ പേരിലുള്ള കമ്പനി തന്റെയാണെന്ന് PV അൻവർ സമ്മതിച്ചിട്ടുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പയുമായി ബന്ധപ്പെട്ടാണ് ED പരിശോധന നടത്തിയതെന്ന് PV അൻവറും വ്യക്തമാക്കി. കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി രൂപ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഹാജരാക്കി കൊടുക്കും. കണ്ടെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിനായി PV അൻവറിനെ ED കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കും. അമൃത ന്യൂസ്, മലപ്പുറം.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. BLOമാർക്ക് പരിശീലനക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ അനുശോചിച്ചായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചത്. BLOമാർ അനുഭവിക്കുന്നത് കടുത്ത സമ്മർദ്ദമാണെന്ന് UDFും LDFും ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ SIR നടപടികൾ മാറ്റിവെക്കണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് CPM പ്രതിനിധി M. വിജയകുമാർ യോഗത്തിൽ പറഞ്ഞു. ഇത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ബോയ്ക്കോട്ടല്ല, ഇതിന്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അത് കോടതിയിലാണ്, സുപ്രീം കോടതിയിലാണ്. അതിനേക്കാൾ വലിയ കോടതിയില്ല. സുപ്രീം കോടതി ആണ് ഇത് വിധി കൽപ്പിക്കേണ്ടത്. വിധി കൽപ്പിച്ചാൽ നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി, അല്ലേ, മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. എന്നാൽ SIR പ്രക്രിയയിൽ സഹായിക്കാൻ കുടുംബശ്രീയിലെ പ്രവർത്തകരെ കൂടി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല തീവ്ര പുനഃപരിശോധനയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് നമുക്ക് ഏകദേശം എനുമറേഷൻ ഫോംസ് 99.5% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോം പൂരിപ്പിക്കുമ്പോൾ ഭാഷാ ന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ ഇല്ലാതാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാരോടും ആ മേഖലയിലെ ഭാഷ അറിയുന്നവരുടെ സഹായം തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാർക്കായി നോർക്കയുമായി യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നോർക്ക വഴി മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 99.5 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഇതുവരെ 26 ലക്ഷത്തിലധികം ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തു. എന്നാൽ 1,20,000 വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല. ഇത് കൃത്യമായ കണക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകും. അർഹതപ്പെട്ട വോട്ടർമാരും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാൻ താഴെത്തട്ടിൽ BLOമാരുടെ യോഗം ചേരുമെന്നും രത്തൻ ഖേൽക്കർ നേരത്തെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ദേവസ്വം ബോർഡ്. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം പ്രത്യേക കമ്മിറ്റി നിയന്ത്രിക്കും. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്ന് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കും. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ലഭ്യമാക്കിയ സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നത്. സ്പോട്ട് ബുക്കിംഗ് ഉയർത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റിക്ക് ദേവസ്വം ബോർഡ് രൂപം നൽകി. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്നാണ് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കുക. കൂടാതെ ശബരിമലയിലേക്ക് ദിവസവേതനക്കാരെ കൂടുതലായി നിയമിക്കുവാനും തീരുമാനിച്ചു. 400-ലധികം ദിവസവേതനക്കാരെ ഇനിയും ആവശ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. പമ്പ മുതൽ ശബരിമല വരെ പൂർത്തിയാകാത്ത മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രത്യേകമായി വിലയിരുത്തും. പമ്പ മുതൽ സന്നിധാനം വരെ എത്തി ഭക്തരുടെ സൗകര്യങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് മന്ത്രി VN വാസവൻ പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ, ബോർഡ് അംഗങ്ങൾ, പോലീസ് ചീഫ് ഓഫീസർ ADGP R. ശ്രീജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കളാഴ്ച A. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകും എന്നാണ് SIT പ്രതീക്ഷിക്കുന്നത്. പല ഉദ്യോഗസ്ഥരെയും A. പത്മകുമാർ സ്വാധീനിച്ചുവെന്ന് N. വാസു മൊഴി നൽകിയിട്ടുണ്ട്.
ഉണ്ണികൃഷ്ണൻ പോറ്റി, എ പത്മകുമാർ ഇടപാടിലെ നിർണായക വിവരങ്ങൾക്കായി ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രനെയും അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവരടക്കമുള്ളവരെയും SIT ചോദ്യം ചെയ്യും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെടുത്തിരുന്നു. ഈ രേഖകളടക്കം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. നടൻ ജയറാം ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിയമപരമായി കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൊള്ള നടത്തിയ ആരെയും അയ്യപ്പൻ വിടില്ല. CPM-ൽ ദാരിദ്ര്യമുണ്ടാകാതിരിക്കാൻ സ്വർണം കട്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാറിനെ നിയമിച്ചത് അടവ് നയമാണ്. അയ്യപ്പ വിശ്വാസിയായതുകൊണ്ട് കഷ്ടിച്ച ജയകുമാർ രക്ഷപ്പെട്ടുവെന്നും ജോർജ് കുര്യൻ കോഴിക്കോട് പറഞ്ഞു. അത് നമ്മുടെ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവമല്ല, അവരുടെ പാർട്ടിയുടെ ദൈവമാണ്. കാരണം നിരീശ്വരവാദികളാണല്ലോ മുഴുവൻ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറയുന്നത്. പക്ഷെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏതൊക്കെ രീതി നോക്കിയാലും അയ്യപ്പൻ പിടിക്കുകയല്ല, അത് അപ്പം തന്നെ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അയ്യപ്പൻ വിടില്ല ആരെയും. നമുക്ക് നോക്കാം. ഇടതുമുന്നണി അയ്യപ്പനൊപ്പമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ സർക്കാർ എടുത്ത നിലപാട് മികച്ചതാണ്. തെറ്റ് തെളിയിക്കപ്പെട്ടാൽ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും അറസ്റ്റിലായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. ആര് തെറ്റ് ചെയ്താലും ആര് നിയമത്തിൻ്റെ മുന്നിൽ വരുന്ന അവസരത്തിൽ അവർ ചെയ്ത തെറ്റുകുറ്റം തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടും. ആയിരുന്നു CPM ആരെയും പിന്തുണയ്ക്കുന്നുണ്ട് പോകുന്നില്ലല്ലോ. ഗവൺമെൻറ് വളരെ തുറന്ന മനസ്സോടുകൂടി ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനങ്ങളാകെ തന്നെ, അയ്യപ്പ ഭക്തന്മാരാകെ തന്നെ അവർ അത് എടുത്ത നടപടിയായി അഭിനന്ദിക്കുകയാണ്. ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ തേജസ് വിമാനം തകർന്നു മരിച്ച വിംഗ് കമാൻഡർ നമാം സ്വാലിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. ഡൽഹിയിലെത്തിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സ്വദേശമായ ഹിമാചലിലെ കാംഗ്രയിലേക്ക് കൊണ്ടുപോകും. അതേസമയം തേജസ് തകർന്നു വീണ സംഭവത്തിൽ വ്യോമസേന അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പൈലറ്റിന് ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. തദ്ദേശീയ തേജസ് MK-1 യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ അപകടമാണ് ദുബായിലുണ്ടായത്. G. സുധാകരൻ ആശുപത്രിയിൽ. കുളിമുറിയിൽ വഴുതി വീണ മുൻമന്ത്രി G. സുധാകരന് കാലിന് പരിക്കേറ്റു. സാഗര സഹകരണ ആശുപത്രിയിലാണ് അദ്ദേഹം ആദ്യം പ്രവേശിപ്പിച്ചത്. കാലിന്റെ അസ്ഥിക്ക് ഒടിവുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് പിന്നീട് പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓപ്പറേഷനും തുടർ ചികിത്സയും ഉള്ളതിനാൽ 2 മാസം പൂർണ്ണ വിശ്രമത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇക്കാര്യം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുധാകരൻ അറിയിച്ചത്. മുൻ MLA-യും കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ സ്റ്റീഫൻ ജോർജ് സഞ്ചരിച്ചിരുന്ന കാറിൽ ബസ് ഇടിച്ചു. ഇടിച്ച കാറുമായി 200 മീറ്ററോളം മുന്നോട്ടോടിയ ബസിന്റെ ഡ്രൈവർ ഇറങ്ങിയോടി. സ്റ്റീഫൻ ജോർജിന് ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിലെ ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. 3 മണിയോടെ കടുത്തുരുത്തി ടൗണിൽ വെച്ചായിരുന്നു അപകടം. സംസ്ഥാന സർക്കാരിന്റെ പൂജാ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഒന്നാം സമ്മാനം പാലക്കാട് വിറ്റ JD 545542 എന്ന ടിക്കറ്റിനാണ്. പാലക്കാട് ജില്ലയിലെ ഏജന്റ് S. സുരേഷാണ് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൽ 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം JD 545542 എന്നീ നമ്പറിലുള്ള ടിക്കറ്റ് ലഭിച്ചു. ഇതേ നമ്പർ വരുന്ന മറ്റ് 4 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനവും ലഭിക്കും. 12 കോടിയാണ് പൂജാ ബമ്പറിന്റെ ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 5 പേർക്ക് ലഭിക്കും. JA 838734, JB 124349, JC 385583, JD 676775, JE 553135 എന്നീ നമ്പറുകൾക്കാണ് നറുക്കു വീണത്. മൂന്നാം സമ്മാനം 5 ലക്ഷം വീതം 10 പേർക്ക് ലഭിക്കും. കൂടാതെ 5000, 1000, 500, 300 വീതം രൂപകളുടെ സമ്മാനമുണ്ട്. തിരുവനന്തപുരം ഗോർക്കി ഭവനിലായിരുന്നു നറുക്കെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔപചാരിക ചടങ്ങുകൾ ഇല്ലാതെയായിരുന്നു നറുക്കെടുപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കേരളത്തിൽ BJPയിൽ പ്രവർത്തിക്കുന്നവർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. RSS നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും പുറത്തുവരികയാണ്. ഇതൊന്നും കാണാതെ BJP സംസ്ഥാന അധ്യക്ഷൻ ഒളിച്ചുകളിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്നും തെരഞ്ഞെടുപ്പിൽ ഉചിതമായ തീരുമാനം ജനങ്ങൾ എടുക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഈ ആനന്ദിൻ്റെ കുടുംബാംഗങ്ങൾക്കായിരുന്നാലും നമ്മുടെ കൗൺസിൽ അനിൽകുമാറിൻ്റെ ആയിരുന്നാലും തമ്പാനൂർ ലാഡ്ജിൽ വെച്ച് മരണപ്പെട്ട ആത്മഹത്യയ്ക്ക് ഇവർക്കൊക്കെ തന്നെ പരാതിയുണ്ട്. മന്ത്രി അടക്കമുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ പോലും എന്താണ് വീട്ടിലെ അംഗങ്ങൾ സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി രഹസ്യമായിട്ട് RSSകാരെയും മറ്റുള്ളവരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ ജീവനിൽ പേടിച്ച് ഭീഷണിയിൽ പേടിച്ച് പുറത്ത് പറയാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊച്ചി തേവര കോന്തുരുത്തിയിലാണ് സംഭവം. പ്രതിയായ ജോർജ് എന്നയാളെ സംഭവ സ്ഥലത്തു തന്നെ പോലീസ് പിടികൂടി. കൊല്ലപ്പെട്ട സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച അർദ്ധരാത്രി നടന്ന കൊലപാതകം ശനിയാഴ്ച പുലർച്ചെയാണ് പുറംലോകം അറിയുന്നത്. 30 വർഷമായി കൊച്ചി കോന്തുരുത്തിയിൽ കുടുംബസമേതം താമസിച്ചു വന്നിരുന്ന ആളാണ് പ്രതി ജോർജ്. ഭാര്യ കോട്ടയത്തുള്ള മകളുടെ അടുത്തേക്ക് പോയതിനെ തുടർന്ന് 2 ദിവസമായി വീട്ടിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയാണ് എറണാകുളം സൗത്ത് സ്വദേശിനിയും ലൈംഗിക തൊഴിലാളിയുമായ സ്ത്രീയെ ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. മദ്യലഹരിയിൽ പണത്തെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കിക്കുകയും തുടർന്ന് ജോർജ് കമ്പിവടി ഉപയോഗിച്ച് സ്ത്രീയുടെ തലയ്ക്കടിക്കുകയുമായിരുന്നു. ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു. അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം മൂത്ത് ജോർജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ ഉണ്ടായ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. രാവിലെ പ്ലാസ്റ്റിക് ശേഖരിക്കാനെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പകുതി ഭാഗം ചാക്കിൽ മൂടിയ നിലയിൽ മൃതദേഹം കണ്ടത്. സമീപത്ത് അവശ നിലയിൽ ജോർജും ഇരിപ്പുണ്ടായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവരമറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൗൺസിലർ സ്ഥലത്തെത്തി. ചാക്കിൽ കെട്ടിയ നിലയിൽ ഒരു മൃതദേഹം ഇവിടെ കാണപ്പെടുന്നുണ്ട് ജോർജിന്റെ വീട്ടിലെന്ന് പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ എത്താന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ. ഞാൻ ഒരു 4 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. വരുമ്പോൾ മൃതദേഹത്തിനരികെ ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ബോധമുള്ള അവസ്ഥയിലല്ലായിരുന്നു. രാവിലെ ജോർജ് സമീപത്തെ കടയിൽ ചാക്ക് വാങ്ങാനെത്തിയിരുന്നു. പട്ടിയുടെ ജഡം വീട്ടുമുറ്റത്തു നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നാണ് ഇയാൾ കടയുടമയോട് പറഞ്ഞത്. നമ്മളറിയുന്നൊരു സുഹൃത്തിൻ്റെ കടയിൽ പോയി ഇങ്ങനെ പട്ടി ചത്ത് കിടക്കുകയാണ്, അപ്പോൾ അത് മറവ് ചെയ്യാൻ വേണ്ടി ചാക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. 2 ചാക്ക് വാങ്ങിയിട്ടുണ്ട്. ആ ചാക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നതിനാൽ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനുള്ള ജോർജിന്റെ നീക്കം വിജയിച്ചില്ല. തേവര പോലീസ് ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. പോലീസിന്റെ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്നും രക്തക്കറയും മൃതദേഹം വലിച്ചിഴച്ചതിന്റെ പാടുകളും കണ്ടെത്തി. കൂടുതൽ പേർക്ക് കൃത്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിൽ ബൈക്ക് മോഷണ കേസിൽ പിടികിട്ടാപ്പുള്ളി 23 വർഷങ്ങൾക്കു ശേഷം പോലീസ് പിടിയിൽ. ചേർത്തല സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്നതിനിടെ കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതി എറണാകുളം സ്വദേശി വർഗീസ് എന്ന ദിനേശനാണ് പോലീസ് പിടിയിലായത്. 2002 ചേർത്തല സ്വദേശിയുടെ ബൈക്ക് മോഷ്ടിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ ഇയാളെ 2007 കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ സംയുക്ത തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നീ ചട്ടങ്ങൾ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുകയായിരുന്നു. ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും തൊഴിലില്ലായ്മ കാരണം പൊറുതിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ താൽപര്യമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും പ്രസ്താവനയിൽ വിമർശനമുണ്ട്. സംയുക്ത തൊഴിലാളി യൂണിയനിൽ INTUC, CITU, AITUC ഉൾപ്പെടെ 10 സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് പുതിയ 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കിയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റം തുടങ്ങിയത്. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് കോഡുകൾ. എന്നാൽ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചാണ് ചട്ടങ്ങൾ നടപ്പിലാക്കിയത്. പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 5 വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും. വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും, ആവർത്തിച്ചാൽ തടവും ശിക്ഷ.
വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത്. കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവും വ്യവസ്ഥയുണ്ട്. ഇതിനെയാണ് സംഘടനകൾ എതിർക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇപ്പോൾ ശബരിമലയിൽ ദീപാരാധനാ സമയമാണ്. സന്നിധാനത്ത് നിന്ന് തത്സമയം.
സന്നിധാനത്ത് ദീപാരാധന നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തിരക്ക് നിയന്ത്രണ വിധേയമാക്കി ഭക്തർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സന്നിധാനത്ത് നടത്തിവരികയാണ്. മറ്റു വാർത്തകൾ നോക്കാം. ലേബർ കോഡുകൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് CITU. 29 തൊഴിൽ നിയമങ്ങൾ മാറ്റം വരുത്തിയാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡ് നടപ്പിലാക്കുന്നത്. തൊഴിലാളികളെയും ട്രേഡ് യൂണിയനുകളെയും പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. ഇതിനെതിരെ എല്ലാ തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധിക്കണം. ഈ വരുന്ന 26-ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയും പെയ്ത് ശശി തരൂർ MP. ട്രംപ് മംതാനി സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ എക്സിലെ കുറിപ്പ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും രാജ്യതാൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയിലും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തന്നാലാകും വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ പറഞ്ഞു. തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി KJM ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് വന്നവരും നാട്ടുകാരും തമ്മിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്കേറ്റു. ആറ്റൂർ സ്വദേശിനിയുടെ കല്യാണം KJM ഓഡിറ്റോറിയത്തിൽ നടക്കവേ കല്യാണത്തിന് വന്ന വാഹനങ്ങൾ കാരണം റോഡ് ബ്ലോക്ക് ആയതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പുറകിൽ വന്നിരുന്ന വെട്ടിക്കാട്ടേരി ആലിക്കപ്പറമ്പിൽ ബഷീർ എന്നയാളുടെ ടിപ്പറിന്റെ ഹോൺ മുഴക്കുകയും തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയുമായിരുന്നു. വാക്കേറ്റം മർദ്ദനത്തിലേക്കും കല്ലേറിലേക്കും നീങ്ങി. പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. നൈജീരിയയിൽ ക്രിസ്ത്യൻ സ്കൂളിൽ അതിക്രമിച്ചു കയറിയ സായുധ സംഘം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും തട്ടിക്കൊണ്ടുപോയി. ക്രിസ്ത്യൻ സ്കൂളിലെ 200-ലധികം കുട്ടികളെയും അധ്യാപകരെയുമാണ് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയത്. നൈജീരിയയിലെ വടക്കൻ മധ്യ സംസ്ഥാനത്ത് ഇന്നലെയായിരുന്നു സംഭവം. പുലർച്ചെ ഒരു കൂട്ടം സായുധ കൊള്ളക്കാർ സ്വകാര്യ കത്തോലിക്ക സ്കൂളിൽ അതിക്രമിച്ചു കയറിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ കുട്ടികളെയും അധ്യാപകരെയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് സർക്കാരും സുരക്ഷാ ഏജൻസികളെന്നും അധികൃതർ അറിയിച്ചു. സെന്റ് മേരീസ് സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തെ നൈജർ സംസ്ഥാന സർക്കാർ അപലപിച്ചു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞിട്ടും ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. പല വാർഡുകളിലും വിമതർ മത്സരത്തിനൊരുങ്ങി നിൽക്കുകയാണ്. AI ഗ്രൂപ്പുകൾ സീറ്റുകൾ വീതം വെച്ചപ്പോൾ തങ്ങളെ അവഗണിച്ചുവെന്നാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ആരോപണം. ഇടുക്കിയിൽ കോൺഗ്രസിന്റെ കുത്തകയാണ് കട്ടപ്പന നഗരസഭ. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ തമ്മിലടി മൂലം സ്ഥാനാർത്ഥി നിർണയം ഏറെ വൈകി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കഴിഞ്ഞപ്പോൾ പല വാർഡുകളിലും വിമതന്മാർ രംഗത്തുണ്ട്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ EM ആഗസ്തിയും ജോയി വെട്ടിക്കുഴിയും ഇത്തവണ മത്സരിക്കുന്നു. AI ഗ്രൂപ്പുകൾ സീറ്റുകൾ വീതം വെച്ചപ്പോൾ തങ്ങളെ അവഗണിച്ചതായാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ ആരോപണം. ഏതൊക്കെയോ നേതാക്കന്മാരുടെ രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ രഹസ്യമായിരുന്നു, രഹസ്യ സങ്കേതങ്ങളിലിരുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ വന്ന് ഞാൻ കുറേ സ്ഥാനാർത്ഥികളുടെ പേരും ഒക്കെ കണ്ടു. പക്ഷെ പാർട്ടിയുടെ ഒരു തലത്തിലും സ്ഥാനാർത്ഥി പട്ടിക വരികയോ പരിശോധിക്കുകയോ കൂട്ടായ ചർച്ച നടക്കുകയോ ചെയ്തിട്ടില്ല. ഇത് അതീവ ഗുരുതരമായ കാര്യമാണ്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും KPCC പ്രസിഡന്റ് മുതൽ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കന്മാരെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിലെ ഭിന്നത മുന്നണി ബന്ധത്തിലും വിള്ളൽ വീഴ്ത്തി. കട്ടപ്പന ടൗൺ വാർഡിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജെയും മത്സര രംഗത്തുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അമൃത ന്യൂസ്, ഇടുക്കി. മലബാർ കൊടിയേറ്റത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിംബോസിയവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. താമരശ്ശേരി രൂപത റൂബി ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് സിംബോസിയം സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റമീജിയോസ് ഇഞ്ചനാനിയൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് അതിരൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ, MK രാഘവൻ MP, തോട്ടത്തിൽ രവീന്ദ്രൻ MLA തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മലങ്കര കത്തോലിക്ക സഭയിൽ പുതിയ മെത്രാൻമാരുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. മോൺസിഞ്ഞോർ ഡോക്ടർ യുഹാനനോൻ കുറ്റിയിൽ, മോൺസിഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ എന്നിവരാണ് പദവിയിലേക്ക് അഭിഷിക്തരായത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ചടങ്ങിന് കർദിനാൾ ക്ലെമ്മിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, V ശിവൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ശിഷ്യന്മാരോട്
ഭാഗ്യവാൻ